എൻ്റെ ഒരു ആകെ ഡ്രീമായിരുന്നു വീടിനകത്തൊരു തിയേറ്റർ വേണമെന്നുള്ള. ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. നമ്മളിവിടെ ഒരു ബുദ്ധനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഡോക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 17, 2023. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏകദേശം ഒരു വർഷത്തിന് ശേഷമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ പുതിയ വീട് പണിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ബാക്കിൽ പഴയ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീട് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-50 കൊല്ലം പഴക്കമുള്ളത് കൊണ്ട് ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് പണിയുന്നത്. ഏകദേശം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പണിയുന്നത്. എൻ്റെ ഒരു ആകെ ഡ്രീമായിരുന്നു വീടിനകത്തൊരു തിയേറ്റർ വേണമെന്നുള്ള. അപ്പോൾ നമ്മളൊരു ഡോൾബി അറ്റ്മോസ് 4K സെറ്റപ്പിലൊരു തിയേറ്ററോടെ ഉള്ളിൽ പണിയുന്നുണ്ട്, നടക്കുന്നതാണ് വിചാരം, പ്ലാനിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ഇപ്പം ബാക്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പില്ലറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ബെൽറ്റ് വാർക്കണം, അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാനൊരു വാർക്കൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചെയ്യുള്ളൂ. ഇപ്പോൾ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 22 ദിവസമായി പണി തുടങ്ങിയിട്ട്. കല്ലിട്ട ശേഷം ഇവിടം വരെ പണിതതിന് ഏകദേശം ഒരു 22 ദിവസമായി. അതിന് മുമ്പ് പഴയ വീട് പൊളിക്കാൻ ഏകദേശം ഒരാഴ്ചയൊക്കെ എടുത്തായിരുന്നു. നമ്മളിപ്പോൾ താമസിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് വേറൊരു ചെറിയ വീടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് നിലവിൽ. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ പണി കഴിയാനായിട്ട് ഏകദേശം ഒരു വർഷം എടുക്കും എന്നാണ് നിഗമനം. ഒരു കാര്യം പറയാൻ മറന്നത്, നമ്മൾ സിംഗിൾ സ്റ്റോറി ആട്ടോ പണിയുന്നത്, ഡബിൾ സ്റ്റോറി അല്ല. സിംഗിൾ സ്റ്റോറി 2500 സ്ക്വയർ ഫീറ്റാണ് പണിയുന്നത്. വീടിൻ്റെ അടുത്ത് അമ്പലമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ 2 നില വേണ്ട എന്നുള്ളൊരു പ്ലാനിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് മെയ് 17 അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 17 ഫെബ്രുവരി 17 ലാസ്റ്റ് വീഡിയോ എടുത്തത്. അന്നേരം തറയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഫെബ്രുവരി അവസാനത്തോടു കൂടി നമ്മുടെ വീടിൻ്റെ തറയുടെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ഇന്നലെ വീടിൻ്റെ സൺഷെയ്ഡ് വാർക്കയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ കറണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. സൺഷെയ്ഡ് വാർക്ക് കഴിഞ്ഞു. ഇനി ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്കും മെയിൻ വാർക്ക് ആവുന്നതാണ് ആൾ പറഞ്ഞത്, കോൺട്രാക്ടർ. ഇതാണ് നമ്മുടെ വീടിൻ്റെ കറണ്ട് അവസ്ഥ. നമ്മുടെ തിയേറ്റർ അകത്തുനിന്നുള്ള നമ്മൾ സിംഗിൾ സ്റ്റോറി കേട്ടോ. നമ്മൾ അകത്തുനിന്ന് തന്നെയാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തേക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ജൂൺ 17. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ വാർക്ക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കണ്ട കമ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് നമ്മുടെ വീടിൻ്റെ വാർക്ക. എൻ്റെ കൊച്ചിൻ്റെ മോണ്ടിട്ട് ഇവിടെ രോഹിത് +2 കഴിഞ്ഞില്ലടാ. റിസൾട്ടൊക്കെ വന്നിട്ട് കാനഡയ്ക്ക് നിൽക്കാൻ പയ്യൻ. അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ നിൽക്കാം. കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ, പണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇടാം. നമ്മുടെ വാർക്ക നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ വില ധൃതി പിടിച്ച് വെക്കേണ്ട സ്ഥലമല്ലേ. നമ്മുടെ വീടിൻ്റെ വാർക്ക കഴിഞ്ഞായിരുന്നു കേട്ടോ ഗൈസ്. വാർക്കടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു കേട്ടോ. വാർക്ക കഴിഞ്ഞ് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത് അറൗണ്ട് ഒരു 2 years ബാക്കാണ്. ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഇന്ന് മെയ് 8, 2025 വൈകിട്ട്
3 മുതൽ 8 വരെയാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പന്തലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പെയിൻറ്റ് ടച്ച് ആൻഡ് വർക്ക് പെയിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. മേളൊക്കെ ഓൾറെഡി കവർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് തുറക്കുമ്പോൾ അകത്തുള്ള വ്യൂ. ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. നമ്മളിവിടെ ഒരു ബുദ്ധനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു തായ്ലൻഡ് വൈബ് സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ഹാള്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. നമ്മൾ TCLൻ്റെ TV ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. TCLൻ്റെ C655 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. 65 ഇഞ്ച്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മുകളിലെ സീലിംഗ് വരുന്നത്. നമ്മൾ പിന്നെ JBLൻ്റെ ഒരു സൗണ്ട് ബാറോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഫോറസ്റ്റ് തേക്ക് എടുത്തായിരുന്നു, ഡിപ്പോന്ന് തേക്ക് എടുത്ത് നമ്മൾ ഇവിടെ തന്നെ എല്ലാം ചെയ്യിച്ചതാണ്. അപ്പോൾ നമുക്കിനി കിച്ചൺ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, പെയിൻറ്റും ബക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. ഫേബറിൻ്റെ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കിനി റൂംസ് കാണാം. നമുക്ക് വാഷ് ഏരിയ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്തേക്കുന്ന D ഷേപ്പ് മിറർ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. സീലിങ് ടീക്ക് ഫിനിഷ് ആട്ടോ. ഇതിൻ്റെ ബാത്റൂം വാഷ്റൂം വരുന്നത്. വാഷ് ഏരിയ. പിന്നെ നമുക്ക് അടുത്ത റൂം കാണാം. ഹോം തിയേറ്റർ പരിചയപ്പെടുത്തില്ല. ഹോം തിയേറ്ററിൻ്റെ പ്രൊവിഷൻ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഹോം തിയേറ്റർ ഒരു 1 to 2 AC ചെയ്യണം എന്നാണ് പ്ലാന്. ഹോം തിയേറ്റർ നമ്മൾ കൊട്ടേഷൻ എടുക്കുന്നത് അറൗണ്ട് ഒരു 8 lakh പ്ലസ് ആട്ടോ. 8,50,000 ആണ് നമ്മൾ കൊട്ടേഷൻ എടുത്തേക്കുന്നത്. ഒരു 1 to 2 yearsനുള്ളിൽ നമ്മളിത് ഹോം തിയേറ്റർ ആക്കും. ഇപ്പോൾ നിലവിൽ പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത റൂമാണ്. അതിൻ്റെ സീലിംഗ് കാണിച്ചില്ല, ഹോളിൻ്റെ. പിന്നെ ഡൈനിങ് ഏരിയയുടെ സീലിംഗ്. ഇതാണ് നമ്മുടെ അടുത്ത റൂം. ഇതാട്ടോ ഉള്ളതിൽ ഏറ്റവും ചെറിയ റൂം. 4 ബെഡ്റൂമാട്ടോ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം.
ഇതാണ് ഈ റൂമിൻ്റെ വാഷ്റൂം വരുന്നത്. നമുക്ക് അടുത്ത റൂം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സീലിങ്, ഫർണിച്ചേഴ്സ് ഇതെല്ലാം നമ്മൾ കട്ടിലെല്ലാം ഇവിടെ തന്നെ പണിയിച്ച കേട്ടോ. കട്ടിൽ, സൈഡ് ടേബിൾ എല്ലാം ഇവിടെ തന്നെ പണിതാണ്, വീട്ടിൽ തന്നെ ഇട്ട്. നമ്മളൊരു വാർഡ്രോബ് ചെയ്തേക്കുന്ന ടീക്കിൻ്റെ അതും ഇവിടെ തന്നെ ചെയ്തേക്കണ എല്ലാം. പിന്നെ നമുക്കിതിൻ്റെ വാഷ്റൂമാണ്. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം. നമുക്കിനി അടുത്ത് ഇതാണ് എൻ്റെ ബെഡ്റൂം. എൻ്റെ സീലിംഗ് വരുന്നത്. നമ്മൾ ഫ്യൂച്ചർ പർപ്പസിനായിട്ട് നമ്മൾ ഇതിൻ്റെ ചേർന്നൊരു കൺസൾട്ടേഷൻ റൂം കൊടുത്തിട്ടുണ്ട്, പുറത്തുനിന്ന് ഡയറക്റ്റ് എൻട്രൻസ് രീതിയിൽ. ഇതാണ് നമ്മുടെ കൺസൾട്ടേഷൻ റൂം വരുന്നത്. ഇത് നമ്മൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ വാഷ്റൂം കാണിച്ചില്ല. ഒക്കെ ഏകദേശം ഒരേ ഡിസൈൻസൊക്കെ തന്നെയാണ് വാഷ്റൂം. ഇതിൻ്റെ അപ്പോൾ നമ്മളെല്ലാം കവർ ചെയ്തു. അതിന് മുകളിലേക്കൊന്നുമില്ല, അവിടെ സിംഗിൾ സ്റ്റോറിയാണ് നമ്മുടെ വീട് വരുന്നത്. നമ്മളിവിടെ സ്റ്റെയർ ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. ഗ്ലാസ് ടോപ്പ് തേക്ക് തന്നെയാണ്. ഞാൻ മുകളിലേക്ക് കാണിച്ചു തരാം. മുകളിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല, ഇവിടെ വെച്ച് എൻ്റാണ്. ഇവിടം വരെയാണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ. ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഹൗസ് വാമിങ്. മെയ് 8, 2025. നമ്മുടെ പഴയ വീട് ഈ ഒരു ലൊക്കേഷൻ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2022 ഈ വീട് പൊളിച്ചത്. അത്യാവശ്യം ഒരു 50 years പ്ലസ് ഓൾഡ് വീടായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ച വീടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഹൗസ് വാമിങ്. അപ്പോൾ എന്തായാലും ഞാൻ ഹൗസ് വാമിങ് ക്ലിപ്സോടെ ആഡ് ചെയ്യാം, നിങ്ങളതോടെ കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 3 വർഷം എടുത്തു. 2022 നമ്മുടെ ഈ വീട് പൊളിച്ചത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ 2025 മെയ് ആയി. അപ്പോൾ ഇതിന് മുമ്പ് ലാസ്റ്റ് വീഡിയോ എടുത്തത് 2023 എന്തോ സംതിങ് ആണ്. പിന്നെ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.